മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ബ്രാൻഡ് സാനിറ്ററി നാപ്കിനും നമ്മുടെ ഫ്രീഡം സാനിറ്ററി നാപ്കിനും തമ്മിലുള്ള ഒരു ഡെമോൺസ്ട്രേഷനാണ് കാണിക്കാൻ പോകുന്നത്. മാർക്കറ്റിലെ ബ്രാൻഡിൻ്റെ ഒരു പ്രത്യേകത, ഒരു 80% കുട്ടികളും ഈ ബ്രാൻഡാണ് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ഒരു 60% കുട്ടികളും ഈ ഓറഞ്ച് കളറിലുള്ള പാഡാണ് യൂസ് ചെയ്യുന്നത്. എന്താ കാരണം ചോദിച്ചാൽ ചീപ്പ് ആൻഡ് ദ ബെസ്റ്റ്. അതായത് 6 എണ്ണത്തിന് 32 രൂപ, അപ്പോൾ ഒരെണ്ണത്തിന് 5 രൂപ പ്ലസ്. ഓക്കെ, സത്യത്തിൽ ഈ 32 രൂപ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഉണ്ടാക്കാൻ ചിലപ്പോൾ അതിനൊരു 40%, 32ൻ്റെ ഒരു 40%, 35-40% കോസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ 1 രൂപയ്ക്ക് ഒന്നോ ചില്ലറ മതി ഒരു സാധനം ഉണ്ടാക്കാം. ഒരു പാഡ്, സിംഗിൾ പാഡ് ഉണ്ടാക്കാനായിട്ട് ഒന്നോ ചില്ലറ രൂപ എടുക്കും. നമുക്ക് 5 രൂപ പ്ലസിന് കിട്ടുന്നത്. പാഡ് നിലക്കാർക്കും പരസ്യത്തിനും പൈസ പോയിട്ടാണ് 5 രൂപ പ്ലസ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഉണ്ടാക്കാൻ ചില്ലറ ഒരു 1 രൂപ പ്ലസ് ആണ് വരുന്നതെങ്കിൽ, ഇത് ഞാൻ കഷ്ണം മുറിച്ച് മാറ്റിയതാണ്, ഏകദേശം ഇത്രയും വലിയൊരു കോട്ടൺ പാഡ് എങ്ങനെയാണ് അവർക്ക് 1 രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതെന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കോട്ടൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് പറ്റും. ഓക്കെ, ഇതിൽ ഞാൻ ഇതിൻ്റെ കോട്ടൺ എടുക്കുന്നു. മെഡിക്കൽ ഷോപ്പിലെ ക്ലിനിക്കൽ കോട്ടൺ ഇത് ഞാൻ എടുത്തിട്ട് പിച്ചിടാണ്. ഇതിൻ്റെ സയൻറ്റിഫിക് എമൗണ്ട് ഒരു പ്രത്യേകത വെച്ചാൽ നല്ല കോട്ടൺ ആണെങ്കിൽ വെള്ളത്തിൽ അലിഞ്ഞ് ചേരില്ല. അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നല്ല കോട്ടൺ അലിഞ്ഞ് ചേരില്ല. ഈ കോട്ടൺ അലിഞ്ഞ് ചേർന്നു. ഇനി നമുക്കിത് വേർതിരിക്കാൻ പറ്റൂല. ഓക്കെ, ഇത് കാണാം നിങ്ങൾക്ക്. അതിനു വേണ്ടി നല്ല ക്ലിനിക്കൽ, ഞാൻ പറഞ്ഞ മെഡിക്കൽ ഷോപ്പിലെ കോട്ടൺ എന്ന് പറഞ്ഞ സംഭവം എത്ര അടയ്ക്കാലും ഇത് സിമ്പിളായിട്ട് വേർതിരിക്കാൻ പറ്റും. അപ്പം അതിൻ്റെ അർത്ഥം ഈ കോട്ടൺ പ്യുവറായിരുന്നു, സെപ്പറേറ്റ് ചെയ്ത് വന്നു, അലിഞ്ഞ് ചേർന്നില്ല. അതിന് വേണ്ടി ഈ കോട്ടൺ നമുക്കിനി ഇത് അലിഞ്ഞ് ചേർന്നു, നമുക്കിനി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കോട്ടൺ പ്യുവറായിരുന്നു, ഈ കോട്ടൺ പ്യുവറല്ല എന്ന് വേണം അനുമാനിക്കാൻ. അപ്പോൾ ഈ കോട്ടൺ അവർക്ക് എവിടെ നിന്നാണ് കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനൊരു ഗസ്റ്റ് ചെയ്യാനൊരു ചാൻസ് തരാം. ഈ കോട്ടൺ എവിടെ നിന്നാണ് കിട്ടണേ? യൂസ്ഡ് കോട്ടൺ റീസൈക്കിൾ ചെയ്തിട്ടുള്ളത്. എവിടെ നിന്നാണ് യൂസ്ഡ് കോട്ടൺ കിട്ടുക? ഇതിന് യൂസ്ഡ് കോട്ടൺ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലം, കോട്ടൺ ഉപയോഗിക്കുന്ന സ്ഥലം ഹോസ്പിറ്റലത്തെ കോട്ടൺ റീസൈക്കിൾ ചെയ്തിട്ടാണ് ഈ പറഞ്ഞ പാഡുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ ആണെന്നുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? നിങ്ങൾ ഹോസ്പിറ്റലിൽ നോക്കിയാൽ മതി, ഇമേജ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഒരു ഓറഞ്ച് കളറിലും റെഡ് കളറിലൊക്കെ കവറുകളിൽ ഇരിക്കുന്നതാണ്. എന്തുകൊണ്ട് അത് ഇൻസിനേറ്ററിൽ കത്തിക്കുന്നില്ല? അവിടെ തന്നെ അവർ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകണം. ഈ പറഞ്ഞ പർപ്പസിലേക്കൊക്കെ വേണ്ടിയിട്ട് അത് റീസൈക്കിൾ. ഇതുകൊണ്ടാണ് മെജോറിറ്റി ആളുകൾക്കും ഇന്ന് യൂട്രസ് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള കാര്യം. ഓക്കെ, ഇത് വില കുറഞ്ഞൊരു പാഡിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ്. കുറച്ചും കൂടി വില കൂടിയ പാഡിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതും സെയിം ബ്രാൻഡ് തന്നെയാണ്. ഇതിൻ്റെ കുറച്ചും കൂടി റേറ്റ് കൂടിയിട്ടുള്ളതാണ്. അതായത് ഒരു പാഡിന് 10 രൂപ. അപ്പോൾ ഒരു പാഡിന് 10 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. എക്സ്പെൻസീവാണ്. അത്യാവശ്യം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് ഇത് മേടിക്കാറുള്ളത്. മറ്റല്ലാത്ത ആളുകളൊക്കെ ഇത് അല്ലെങ്കിൽ നീല സ്റ്റേ ഫ്രീ ആണ് ഉപയോഗിക്കാറ്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത പുറം പ്ലാസ്റ്റിക് ആണ്, നീമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പുറം പ്ലാസ്റ്റിക് അകവും പ്ലാസ്റ്റിക്. ഓക്കെ, ഇനി ഒരു ലേഡി 15,000 മുതൽ 17,000 പാഡ് ലൈഫിൽ യൂസ് ചെയ്യും. 15,000 മുതൽ 17,000 പാഡ്. അപ്പം എത്ര പ്ലാസ്റ്റിക് വേസ്റ്റാണ് ഭൂമിയിലേക്ക് കൊടുക്കുന്നതെന്നൊന്ന് ഊഹിച്ചു നോക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ കമ്പാരിസൺ പാഡ്. നമ്മുടെ പാഡിൻ്റെ പ്രത്യേകത ഫ്രീഡം എന്നാണ് പേര്. 8 ലെയർ കോട്ടൺ ആണ് നമ്മുടെ പാഡ്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത ഇത് ടിൻ ഫോയിലാണ്. ഫസ്റ്റ് ലെയർ ഔട്ടർ കവറിങ് തന്നെ പ്ലാസ്റ്റിക് അല്ല, ടിൻ ഫോയിലാണ്. അതായത് മണ്ണിലിട്ട് ദ്രവിച്ചു. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ്, വ്യക്തമായ എക്സ്പയറി ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി നമ്മുടെ പാഡിൻ്റെ എന്നല്ല, മോദിക്കാരുടെ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ മണി ബാക്ക് ഗ്യാരണ്ടി. നിങ്ങൾ പൊട്ടിച്ച് ഉപയോഗിച്ച് തൃപ്തനല്ലെങ്കിൽ നിങ്ങൾക്ക് 25% ഉപയോഗിച്ചതിന് ശേഷം 100% പൈസ തിരിച്ചു തരാനുള്ള ഒപ്പും ഉറപ്പാണ് കമ്പനി തരുന്നത്. 25% വരെ ഓരോ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. 30 ദിവസങ്ങളിൽ സമയം ഉണ്ട് റീഫണ്ട് ചെയ്യണേ. ഓക്കെ, ഇനി നമുക്ക് പാഡുമ്പോൾ കിട്ടിയിട്ടുള്ള ലൈസൻസുകൾ നോക്കാം. CE സർട്ടിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ ലൈസൻസ് ആണ്, ഉപദ്രവകാരിയല്ല, നോൺ ഹസാറസ് എന്നാണ്. ഇനി ISO ഇന്ത്യൻ സർട്ടിഫിക്കേഷൻ ഉണ്ട്. FDA ഫുഡ് ആൻഡ് ഡ്രഗ് അസോസിയേഷൻ, ഭക്ഷണത്തിനും മരുന്നിനും കൊടുക്കുന്ന ലൈസൻസ്. അപ്പോൾ ഭക്ഷണത്തിനും മരുന്നിനും കൊടുക്കുന്ന ലൈസൻസ് കൊണ്ടാണ് പാഡിൻ്റെ ലൈസൻസ് നമുക്ക് കിട്ടിയത്. ഇനി ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് GMP, നല്ല കണ്ടീഷൻസിലാണ്, നല്ല അറ്റ്മോസ്ഫിയറിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളത്. ഇനി ഇത് നമുക്ക് എങ്ങനെ എടുക്കാൻ നോക്കാം. ഇത് ഒരു പശമാരി ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ പശയുടെ പ്രത്യേകത ഓർഗാനിക് ആണ്. അതായത് ഫുഡ് ഗ്രേഡ് പശയാണ്, ബബിൾ ഗം ഗ്രേഡ് പശയാണ്.
ഇത് ഞാൻ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, തിരിച്ചിതുമാതിരി തന്നെ സ്റ്റിക്ക് ബാക്ക് ചെയ്യാം. അതായത് ഹൈജീനിക്കിൽ ഇത് പെർഫെക്റ്റ് ആണ്. അതിനുവേണ്ടി ഈ പാഡുകളൊക്കെ എന്താ പ്രശ്നം, വൺസ് പൊട്ടിച്ച് ഉപയോഗിച്ചാൽ ഇത് തുറന്നിരിക്കും, അടുത്ത മാസമായിരിക്കും ഉപയോഗിക്കാം. പല കുട്ടികളും പല ഹൈജീനാണ്, ചില ആൾക്കാർ സൂക്ഷിച്ച് വയ്ക്കും, ചില ആൾക്കാർ അവിടെ ഒരു വലിച്ചിടും. ഇതിനുള്ളൊരു പഴുതാര കയറുന്നാൽ അറിയില്ല. ആൻഡ് എന്തും തുറന്നിരുന്നാൽ അറ്റ്മോസ്ഫിയറിലുള്ള ബാക്ടീരിയ അതിനെ ഇൻഫെക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ വ്യത്യാസം നോക്കാം. ഇതിലേക്ക് ഞാൻ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് നമ്മുടെ പാഡിൻ്റെ ഏറ്റവും ചെറുതാണ്, റെഗുലർ സൈസാണ്. ഇതിൻ്റെ മേലെ ലാർജും ഉണ്ട്, എക്സ്ട്രാ ലാർജും ഉണ്ട്. ഇതിൻ്റെ ഈ കവറ് വന്നിട്ട് കോട്ടൺ ആണ്, ഔട്ടർ കവറ്. ഇതിൻ്റെ പശ വന്നിട്ട് ഓർഗാനിക് ബബിൾ ഗം ഗ്രേഡ് പശയാണ്, അതുകൊണ്ട് ചൊറിച്ചിലുണ്ടാക്കില്ല ആളുകൾ. ഇത് ഇതിൻ്റെ ഏറ്റവും ചെറിയ സൈസാണ്. ഇനി ഈ പാഡിൻ്റെ പ്രത്യേകത, നമ്മുടെ കോമ്പിറ്റന്റ് പാഡിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഔട്ടർ കവറിങ് വന്നിട്ട് പ്ലാസ്റ്റിക് ആണ്. ഈ ഗം വന്നിട്ട് സിന്തറ്റിക് ഗമ്മാണ്, അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ചൊറിച്ചിലുണ്ടോ, കുട്ടികൾക്ക് ചൊറിച്ചിലുണ്ടോ. ഇത് ഇതിൻ്റെ എക്സൽ സൈസാണ്, ഇതിൻ്റെ ഏറ്റവും വലിയ സൈസാണ്. 3 കാര്യങ്ങളാണ് ഒരു പാഡിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. 1 ഇതിൻ്റെ സോഫ്റ്റ്നെസ്, 2 ഇതിന് അബ്സോർപ്ഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി, 3 എത്രത്തോളം ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ്. കാരണം 2 മണിക്കൂർ കൂടുതൽ പാഡ് യൂസ് ചെയ്യുന്നതാണ് പറയുക. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഒട്ടിയിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിലേക്ക് ആ ഇൻഫെക്ഷൻ ബാധിക്കാം. കുറച്ച് നേരം ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യും, അത് ഇൻഫെക്ഷൻ ഉണ്ടാകും. സോഫ്റ്റ്നെസ് നിങ്ങൾക്ക് തൊട്ടുനോക്കി അറിയാം. ഇതാണ്, ഇതിനൊരു പ്ലാസ്റ്റിക് ഒരു ടച്ചാണ്, ഇതൊരു കോട്ടൺ ടച്ചാണ്. ഇതിലേക്ക് ഞാൻ രണ്ടിലേക്കും തുല്യ വെള്ളം ഒഴിക്കുകയാണ്. ഇതിൽ ഞാൻ 50 ml വെള്ളം എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ വിസ്പർ കോമ്പിറ്റന്റ് പാഡിലേക്കാണ് ഒഴിക്കുന്നത്. ഇതേമാതിരി തന്നെ ഞാൻ നമ്മുടെ പാഡുമിക്കും 50 ml വെള്ളമാക്കാണ്. ഓക്കെ, ഇനി ഇത് നമുക്ക് ലെയർ ടു ലെയർ കട്ട് ചെയ്ത് നോക്കാം. രണ്ടിലേക്ക് ഞാൻ ഈക്വൽ ക്വാണ്ടിറ്റി വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്, 50 ml വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് കൃത്യമായി നമുക്ക് നോക്കിയാൽ കാണാം, ഇതിലേക്ക് തൊട്ട് കഴിഞ്ഞാൽ ഒരു തരി പോലും വെള്ളം ഈർപ്പം നമ്മുടെ കയ്യിലില്ല. അതിന് വേണ്ടി ഇത് തൊട്ട് കഴിഞ്ഞാൽ നിറയെ വെള്ളം. ഇത് ഇവൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് റൺ ചെയ്യുന്ന കാണാം. വെള്ളം പറയുമ്പോൾ ഈക്വൽ എമൗണ്ട് വെള്ളം ഒഴിച്ചാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്തൊരു സവിശേഷത, ഇതിൻ്റെ ഫസ്റ്റ് ലെയർ വന്നിട്ട് പഴയ വുഡ് പൾപ്പ് പ്ലാസ്റ്റിക് ന്യൂസ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് റയോൺ ആണ്. പഴയ വുഡ് പൾപ്പ് ന്യൂസ് പേപ്പർ പ്ലാസ്റ്റിക് ഒക്കെ എവിടെ നിന്ന് കിട്ടാൻ, നമ്മുടെ വീട്ടിൽ നിന്ന് ഈ കുപ്പിപ്പാട്ടക്കാർ കളക്ട് ചെയ്ത് പോകുന്ന സാധനങ്ങൾ റീസൈക്കിൾ ചെയ്ത് ബ്ലീച്ച് ചെയ്ത് വരുന്നതാണ് ഫസ്റ്റ് ലെയർ. റയോൺ ആണ് ഫസ്റ്റ് ലെയർ. കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് ലെയർ. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഒരു ഓൾട്ടർനേറ്റ് ഫോമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ചൂടുള്ള ശരീരത്തിൽ ഈ റയോൺ അഥവാ പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം ഒട്ടിരുന്ന എന്തുണ്ടാവും, ചൂടുള്ള ബോഡിയാണ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്യൂംസിൻ്റെ പേരാണ് ഡയോക്സിൻ. ബ്രഹ്മപുരം കേസ് നിങ്ങൾക്കറിയാം. ചൂടും പ്ലാസ്റ്റിക്കും കത്തിയാൽ എന്തുണ്ടാവും, ഡയോക്സിൻ ഫോം ചെയ്യും. വൺസ് ഡയോക്സിൻ ഉള്ളിലേക്ക് ശ്വസിച്ച് കഴിഞ്ഞാൽ 6.5 വർഷത്തേക്കും പുറത്തു പോകും. അത് മണിക്കൂർ കണക്കിന് നമ്മുടെ ബോഡിയിൽ ഒട്ടിയിരിക്കുകയാണ്, ചൂടുള്ള ശരീരത്തിൽ ഒട്ടിയിരിക്കുകയാണ്. ഈ ഫ്യൂംസ് നമ്മുടെ ശരീരം ഇത് ശ്വസിക്കുകയാണ് നമ്മൾ തന്നെ. ഒരു 6.5 വർഷത്തേക്കും ബോഡി എടുക്കുവാൻ. അത് 150 മടങ്ങ് സയനൈഡിനെക്കാട്ടും പോയ്സണസ് ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് ലെയർ വന്നിട്ട് ഈ ഡിസൈൻ കണ്ടു. ഈ ബ്ലൂ കളർ എന്താണ്, കളർ എന്ന് വെച്ചാൽ എന്താണ്, കെമിക്കലാണ്. അപ്പോൾ ഈ പറഞ്ഞ കളറും ഈ ഡിസൈനും ഒക്കെ സത്യത്തിൽ എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചില്ല, മറിച്ച് ഉപദ്രവമാണ്. കാണിച്ചു തരാം. ഇത് ബോഡിയിൽ മണിക്കൂർ കണക്കിന് ബോഡിയിൽ ഇത് ഒട്ടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ചൂടുള്ള ശരീരമാണ് നമ്മുടെ, അല്ലേ? അപ്പോൾ ചൂടുള്ള ശരീരത്തിൽ ഇത് ഒട്ടിയിരുന്നത് എന്തുണ്ടാവും, 2 മണിക്കൂർ കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷേ എത്ര മണിക്കൂറാണ് ജോലിക്ക് പോണവരും സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ എത്ര മണിക്കൂറാണ് ഇത് ബോഡിയിൽ വെച്ചിരിക്കുന്നത്. ഒരു 10 സെക്കൻഡ് ഞാൻ എൻ്റെ ബോഡിയിൽ വെച്ചിരുന്നപ്പോൾ തന്നെ ഉണ്ടായ വ്യത്യാസം കാണിച്ചു തരാം. നീല നിറത്തിലുള്ള വെള്ളം വന്നു. കുറച്ച് നേരം വെച്ചാൽ കടും നീല നിറം വരും. അപ്പോൾ മണിക്കൂർ കണക്കിന് ഇത് ബോഡിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ കെമിക്കൽ മുഴുവൻ നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഇവരുടെ പരസ്യം വന്നിട്ട് ഭയങ്കര പരസ്യമാണ്. 24 മണിക്കൂർ നിലനിൽക്കും, നമുക്ക് ഹിമാലയം കയറാം, വളരെ ഫ്രീ ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് പോവാം എന്നൊക്കെയാണ് പരസ്യത്തിൽ പറയുന്നതെങ്കിലും ഇത്രയും കുറവ് വെള്ളത്തിലേക്ക് ഞാനിതിനെ അബ്സോർബ് ചെയ്യാണ്. ഇത്രയും കുറവ് വെള്ളം അബ്സോർബ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇനി ഫൈനൽ ലെയർ വന്നിട്ട് പക്ക പ്ലാസ്റ്റിക് ആണ്.
ഒരു തരി പോലും എയർ സർക്കുലേറ്റ് ആവില്ല. പുറത്തത്തെ ചൂട്, അകത്തത്തെ ചൂട്, യൂട്രസ്, ബോഡി ഹീറ്റ്. യൂട്രസ് ശരിക്കും ഒരു മൈക്രോവേവ് ആവേണ്ട അവസ്ഥ വേണം. എയർ സർക്കുലേഷനും ഇല്ല. അത് കാരണം തന്നെ ഒരു 5 കുട്ടികളെടുത്തോ 4 പേർക്കുണ്ടാവും സിസ്റ്റ്, ഫൈബ്രോയിഡ്, PCOD, ഒവേറിയൻ ക്യാൻസർ, എൻഡോമെട്രിയോസിസ്. ഈവൻ വന്ധ്യതാ ചികിത്സയുടെ പ്രധാന കാരണം പ്ലാസ്റ്റിക് പാഡാണ്. ഞാൻ പറയുന്നതല്ല, സയന്റിസ്റ്റ് പറയുന്നത്. ഇനി ഒരു 400 വർഷം ഇത് ദ്രവിക്കാം. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ എത്ര കണ്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ്. ഒരു 15,000 മുതൽ 17,000 പാഡ് ഒരു പെണ്ണ് ലൈഫിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് നമ്മൾ ഭൂമിക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ പാഡിൻ്റെ പ്രത്യേകത നോക്കാം. ഇത് വന്നിട്ട് ഫസ്റ്റ് ലെയർ, ഇത് സൈഡ് ലീക്കേജ് ബ്ലോക്ക് ചെയ്യാൻ. ഫസ്റ്റ് ലെയർ വന്നിട്ട് തൊട്ട് നോക്കൂ, ഒട്ടും ഇത്രയും വെള്ളമാക്കിയതാ, ഒട്ടും നനഞ്ഞിട്ടില്ല. ഇതാണ് ഇതിൻ്റെ സത്യത്തിൽ പാഡിൻ്റെ മെയിൻ ലെയർ ഇതാണ്. അതായത് ആനിയോൺ സ്ട്രിപ്പാണ്. ആനിയോൺ എന്ന് വെച്ചാൽ നെഗറ്റീവ്ലി ചാർജ് അയോൺസ്. അതായത് നമ്മുടെ ബോഡിയിൽ വേണ്ട എനർജി, സാധാരണ പീരീഡ്സ് ആകുമ്പോൾ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ബ്ലഡ് ആയത് ആക്ടിവേറ്റ് ആവും. അപ്പോൾ എന്താ വെച്ചാൽ ബോഡിയിൽ തൊട്ടിരിക്കുമ്പോൾ എന്തുണ്ടാവും, ബ്ലഡ് ആവുമ്പോൾ ആക്ടിവേറ്റ് ആവും, നമുക്ക് വേണ്ട ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പോൾ നമുക്കൊരു എനർജി കിട്ടും, ക്ഷീണം, അത്യാവശ്യം ചെറിയ പെയിനുകളൊക്കെ ഇതുകൊണ്ട് സൊല്യൂഷനാണ്. ഓക്കെ, 8 ലെയർ കോട്ടൺ ആണ് ഞാൻ പറഞ്ഞു ടോട്ടലി. ഇതിങ്ങനെ നീറ്റായിട്ട് ബെഡ് മാതിരി പാക്ഡാണ്. ഇത് വന്നിട്ട് ഈ ലെയർ വന്നിട്ട് ചോളത്തിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ്. പല ആൾക്കാരും ഇത് സ്നഗ്ഗിയുടെ ഉള്ളിലത്തെ സാധനമാണെന്ന് ചോദിക്കും. അങ്ങനെയല്ല, കാരണം മറ്റേത് ഇങ്ങനെ വീർത്ത് വരാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യുന്നതാണ്. ഇനി ഇതിന് ഞാൻ ഇത്രയധികം വെള്ളത്തിലേക്ക് അബ്സോർബ് ആക്കാൻ പോവാണ്. ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ കാണുന്നുണ്ട്, ഇതിലേക്ക് ഞാൻ ഇത്രയും അധികം വെള്ളത്തിലേക്ക് അബ്സോർബ് ആക്കാം. ഓക്കെ, ഇനി സെക്കൻഡ് ലാസ്റ്റ് ലെയർ, ഇത്രയധികം അവസാനത്തുനിന്ന് രണ്ടാമത്തെ ലെയറാണ്. ശരിക്കും ഒരു ടിഷ്യൂ പേപ്പർ മാതിരി തന്നെ, നനവുണ്ടോ? ഇത് പിഴിഞ്ഞാലും ഒരു തുള്ളി വെള്ളം പോലും വരുന്നില്ല. ഓക്കെ, ഇനി ഫൈനൽ ലെയർ സെമി പെർമേബിൾ ലെയറാണ്. അതായത് എയർ കടത്തി വിടും, ബ്ലഡ് ലോക്ക് ചെയ്യും. ഓക്കെ, ഒരു തരി പോലും പ്ലാസ്റ്റിക് ഇല്ല. പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കീറാൻ പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പാഡിൻ്റെ കാര്യം നോക്കാം. ഇത്രയും കുറവ് വെള്ളത്തിലേക്ക് പോലും ഞാൻ അബ്സോർബ് ചെയ്യാൻ നോക്കി, നിരാശയാണ് ഫലം. കണ്ടു, ആ ഒഴിച്ച വെള്ളം അത്ര തന്നെയുണ്ട്. ഓക്കെ, അതിനു വേണ്ടി ഇതോ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടായിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം മുഴുവൻ ഇത് അബ്സോർബ് ചെയ്യും. ഈ വെള്ളം ഇത് വേണമെങ്കിൽ അബ്സോർബ് ചെയ്യും. ഇതിങ്ങനെ വീർത്ത് വരാണ് ചെയ്യുക. ഞാൻ പറഞ്ഞു, നമ്മുടെ കോമ്പിറ്റന്റ് പാഡിൻ്റെ എക്സെൽമിയാണ് നമ്മൾ കമ്പയർ ചെയ്തത്. നമ്മുടെ പാഡിൻ്റെ ഏറ്റവും ചെറുതായിരുന്നു. ഓക്കെ, ഒരു ഗ്ലാസ് ഫുള്ളുണ്ടായിരുന്നു. ഈ വെള്ളം ഫർദർ എടുക്കുന്നത് എടുത്ത് തന്നെ. ഓക്കെ, അപ്പോൾ സത്യത്തിൽ നമ്മുടെ കോമ്പിറ്റന്റ് പാഡ് ഒരു 4 ഉപയോഗിക്കുന്നതിന് പകരം നമ്മുടെ പാഡ് 2 പാഡ് മതി. മാത്രമല്ല ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഇതിൽ എംബഡഡ് ആയതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസോ അതിനുള്ള സാധ്യതകളോ ഇല്ല. പ്ലാസ്റ്റിക് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് യൂട്രസ് ഹീറ്റായിട്ടുള്ള പ്രശ്നങ്ങളില്ല. എയർ സർക്കുലേഷൻ ഉള്ളതുകൊണ്ട് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. യൂട്രസിലുള്ള പകുതി അസുഖങ്ങൾ ഇത് സംബന്ധിച്ച് പകുതി അസുഖങ്ങൾ ഇല്ലാന്നൊരു സാധിച്ചിട്ടുണ്ട്. ആൻഡ് നമ്മുടെ പാഡിൽ ഇതിന് 10 എണ്ണമാണ് ഒരെണ്ണത്തിന്. ഇതിന് ഒരെണ്ണത്തിന് 15 രൂപയാണ്. പക്ഷേ 60% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കൺസ്യൂമർ ആയി കിട്ടും. കൺസ്യൂമർ ID ഫ്രീ ആണ്. കൺസ്യൂമർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 7 രൂപ 8 രൂപയ്ക്കാണ് കിട്ടുന്നത്. മാത്രമല്ല ഡിസീസ് ഫ്രീ യൂട്രസ്. ഓക്കെ.